മാവിന് രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹലോ, എറണാകുളം അജയ് ട്രോപ്പിക്കൽ ടെറസ് ഗാർഡൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എറണാകുളത്തിൻ്റെ സ്വന്തം മാവായ കല്ലുകെട്ടിയെക്കുറിച്ചാണ്. ഈ മാവിൻ്റെ പ്രാധാന്യം അറിഞ്ഞിട്ടായിരിക്കണം പണ്ടുള്ളവർ ഈ മാവിനെ കല്ലുകെട്ടി സംരക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഈ മാവിനെ കല്ലുകെട്ടി എന്ന് പേര് വന്നു എന്ന് പറയപ്പെടുന്നു. ഈ മാങ്ങ വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ്. എല്ലാ സീസണിലും ഈ മാവ് കായ്ക്കുന്നുണ്ട്. ഈ മാവ് ഞാൻ 4 വർഷം മുമ്പാണ് നട്ടത്. ഇതൊരു 200 ലിറ്റർ ഡ്രമ്മിലാണ് നട്ടത്. ഈ മാവിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു വർഷം 25 തൊട്ട് 30 മാങ്ങകൾ വരെ കിട്ടുന്നുണ്ട്. ഒരു മാങ്ങ ഏകദേശം 250 ഗ്രാം തൊട്ട് 300 ഗ്രാം വരെ ഉണ്ട്. ഇത് വളരെ രുചികരമായ ഒരു മാമ്പഴമാണ്. അതുകൊണ്ട് എല്ലാവർക്കും വീട്ടുമുറ്റത്തോ ഡ്രമ്മിലോ നട്ടുപിടിപ്പിക്കാവുന്ന ഒരു മികച്ച ഇനം മാവാണ് കല്ലുകെട്ടി. നമുക്കൊരു കല്ലുകെട്ടി കഴിച്ചാലോ? ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും നടാൻ പറ്റിയ ഒരു മാവ് തന്നെയാണ് കല്ലുകെട്ടി. ഇനി മാവിന് വരുന്ന രോഗങ്ങളും അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങളും എന്താണെന്ന് നോക്കാം. ഈ കുളമ്പ് മാവ് ഞാൻ 200 ലിറ്റർ ഡ്രമ്മിലാണ് നട്ടിരിക്കുന്നത്. ഈ മാവ് അൽഫോൻസോ മാംഗോയുടെയും അതേപോലെ പ്രിയൂർ മാങ്ങയുടെയും മറ്റു മാവുകളുടെ ഇടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം 4 മണിക്കൂറോളം സൂര്യപ്രകാശം നമുക്ക് കിട്ടുന്നത്. അതേസമയം അപ്പുറത്ത് ഒരു കുളമ്പ് മാവ് നിൽപ്പുണ്ട്. അത് 120 ലിറ്റർ ഡ്രമ്മിൽ 3 വർഷമായിട്ടുള്ള ഒരു തൈയാണ്. അത് നല്ല സൂര്യപ്രകാശത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ശരിയായ രീതിയിൽ കൊമ്പ് കോതൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാവിൻ്റെ ശിഖരങ്ങൾക്കെല്ലാം നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ മാവിനൊരു രോഗങ്ങളും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അതേസമയം അവിടെയുള്ള കുളമ്പ് മാവിന് വന്നിട്ടുള്ളത് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാറുണ്ട്. കാരണം ഇതിന് അത്രയധികം എയർ സർക്കുലേഷൻ കിട്ടുന്നില്ല. അതേപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സമയവും കുറവാണ്. അതുകൂടാതെ ഇതിന് വെള്ളീച്ച ശല്യം, നീലിമുട്ട ശല്യം എല്ലാം ഇതിന് കാണുന്നുണ്ട്. മാവിന് രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മാവ് നല്ല സൂര്യപ്രകാശത്തിൽ നടുക. ഒപ്പം തന്നെ ശിഖരങ്ങളെല്ലാം നന്നായിട്ട് കൊമ്പ് കോതി നല്ല എയർ സർക്കുലേഷൻ ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ രോഗങ്ങൾ വരുന്നതിൽ നിന്ന് മാവിനെ തടയാം. ഇനി മഴക്കാലത്തിന് മുമ്പും മഴക്കാലത്തിന് ശേഷവും മാവിന് രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് എന്തൊക്കെ പ്രതിവിധികൾ എടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ വെള്ളത്തിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് അത് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം 2 ml മാലത്തിയോൺ ഇൻസെക്ടിസൈഡാണ് അത് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ സ്പ്രെഡ് എന്നുള്ളൊരു വെറ്റിംഗ് ഏജൻറ്റ് 0.5 ml മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ തടിയുടെ എല്ലാ വശങ്ങളിലും ശിഖരങ്ങളിലും എല്ലാം നമ്മൾ തേച്ച് കൊടുക്കുക. അത് ചെയ്യേണ്ടത് ഒന്ന് മെയ് മാസത്തിലും ഒന്ന് നവംബർ മാസത്തിലുമാണ്. ഈ മിക്സ് ഒരു പെയിൻറ്റിൻ്റെ ബ്രഷ് കൊണ്ട് നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. ഈ മിക്സ് അടിച്ചു കൊടുത്താലുള്ള ഗുണം എന്താ വെച്ചാൽ പലവിധ ഫംഗൽ രോഗങ്ങളിൽ നിന്നും
പലവിധ കീടാക്രമണത്തിൽ നിന്നും നമുക്ക് മാവിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ വളർച്ചയെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തളിരില വരുമ്പോൾ ഒരു വണ്ട് വന്ന് ഈ ഇല കട്ട് ചെയ്ത് മുറിച്ചിടുന്നത്. അപ്പോൾ അത് മാവിൻ്റെ വളർച്ചയെ കാര്യമായി അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് തടയാനായിട്ട് ഡിസിസ് എന്നുള്ള ഈ ഇൻസെക്ടിസൈഡ് 0.5 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തളിരില വരുമ്പോൾ തന്നെ ഇലയുടെ മുകൾ ഭാഗത്തും കീഴ്ഭാഗത്തും ഈ തണ്ടിലും സ്പ്രേ ചെയ്യണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് വീണ്ടും സ്പ്രേ ചെയ്യണം. അങ്ങനെ വരികയാണെങ്കിൽ ഈ തളിരില കട്ട് ചെയ്യുന്ന വണ്ടിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് മാവിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും. വെള്ളീച്ചയുടെയും മീലിമുട്ടയുടെയും ശല്യം നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഐസോപ്രോപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോൾ ഉപയോഗിക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ മാങ്ങ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറുതായിട്ട് മീലിമുട്ടയുടെ ആക്രമണം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒരു പഞ്ഞിയിൽ ഈ ആൽക്കഹോൾ എടുത്തിട്ട് നമുക്കിത് തേച്ച് കഴിഞ്ഞാൽ കണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് അത് മാറിക്കിട്ടും. ചിലപ്പോഴൊക്കെ ഈ തണ്ടിലൊക്കെ ഇത് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ഇലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇലയിലും അതിൻ്റെ പ്രശ്നമുണ്ട്. അതും നമുക്ക് തുടച്ചു കഴിഞ്ഞാൽ ഇത് മാറിക്കിട്ടും. ഇങ്ങനെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ ശിഖരങ്ങളിലും ഇത് കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് തുടച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഈ രീതിയിൽ ഇതിൻ്റെ ആക്രമണത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. വെള്ളീച്ചയും മീലിമൂട്ടയും നിയന്ത്രിക്കാൻ പറ്റിയ അടുത്തൊരു മാർഗമാണ് വേപ്പെണ്ണ 5 ml, അതിൻ്റെ കൂടെ 5 ഗ്രാം ബേക്കിംഗ് സോഡ, അതിൻ്റെ കൂടെ 5 ml ലിക്വിഡ് സോപ്പ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇലയുടെ അടിഭാഗത്ത് മോൾ ഭാഗത്ത് തണ്ടിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ആഴ്ചയിൽ 2 തവണ വെച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപദ്രവം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഉപദ്രവം വളരെ രൂക്ഷമാണെങ്കിൽ മാലത്തിയോൺ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെറ്റിംഗ് ഏജൻറ്റ് 0.5 ml കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇലയുടെ അടിയിലും ശിഖരങ്ങളിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ മീലിമുട്ടയുടെയും വെള്ളീച്ചയുടെയും ഉപദ്രവം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. നമ്മൾ കല്ലുകെട്ടി മാവിനെയാണ് പരിചയപ്പെട്ടത്. അതുകൂടാതെ മാവിന് വരുന്ന രോഗങ്ങളും അതിൻ്റെ പ്രതിവിധികളും നമ്മൾ ചർച്ച ചെയ്യേണ്ടായി. ഇനി അടുത്ത വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.